മഴ ശക്തമായതോടെ കാലവർഷക്കെടുതിയിൽ ഗ്രാമീണ റോഡ് ഇടിഞ്ഞു വീണു. ഏറ്റുമാനൂർ നഗരസഭയിലെ 29-ാം വാർഡിലെ അംബേദ്കർ കോളനി റോഡ് ആണ് 100 അടിയോളം നീളത്തിൽ ഇടിഞ്ഞു വീണത്. വീതി കുറഞ്ഞ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതോടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്ത ഈ ഭാഗത്തുകൂടെ കാൽനട യാത്ര പോലും അസാധ്യമായി വന്നിരിക്കുകയാണ്. 30 അടിയിൽ അധികം താഴ്ചയിലേക്കാണ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. കോളനി നിവാസികൾ അടക്കമുള്ള പ്രദേശവാസികൾ ആശ്രയിക്കുന്ന ഗ്രാമീണ റോഡ് തകർന്നതോടെ വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരുമ്പോൾ ഈ വഴിക്കൊപ്പമായിരുന്നു ഈ പറമ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം റബ്ബർ വെട്ടിയേച്ച ഒരു മണ്ണെടുത്തതാ. മണ്ണെടുത്തപ്പം മുതൽ ഞാൻ പറയുന്നുണ്ട്, ഇവിടുന്ന് എൻ്റെ പെരയിരിക്കുമോ ഇടിഞ്ഞു പോകും, മണ്ണെടുക്കല്ലെന്ന് പറഞ്ഞ്. അവർ സമ്മതിച്ചില്ല. എന്നെ തെറിയും പറഞ്ഞേച്ച് അവർ മണ്ണെടുത്ത്. ഞാൻ എൻ്റെ പിള്ളേരെ പോറ്റാൻ പോണോ, അപേക്ഷ നടക്കാം. ഇപ്പം ഈ കുഴി ഇതുപോലെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടി ഒരു അപേക്ഷ എഴുതാ, എന്നിട്ട് ഒപ്പിട്ട് മേടിച്ചതാ. ഞാൻ കോട്ടയത്ത് കൊണ്ടുപോയി വലിയ പുള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരും ഒരു അപേക്ഷ എഴുതി തരുന്നുമില്ല, ഞാനൊട്ട് കൊണ്ടുപോയുമില്ല. ഒരു വലിയ വണ്ടി വളവ് തിരിഞ്ഞു വന്നാൽ ആ വണ്ടി താഴെ പോയി. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ്. ആ പോസ്റ്റിൻ്റെ ചോട് കണ്ടു, അവിടെ മുഴുവൻ ഇടിഞ്ഞ് താഴോട്ട് പോയി. ചെറിയ വണ്ടിക്കൊക്കെ ഇതിൽ വരാൻ പറ്റും. ഇതിപ്പോൾ നിൽക്കുന്ന ഒരു ചെറിയ ഒരു കട്ടിങ് മാത്രമാണ് നിൽക്കുന്നത്. ഈ കട്ടിങ് കൂടെ പോയി കഴിഞ്ഞാൽ ഈ വഴി കംപ്ലീറ്റ് പോകും. ഈ ടാർ തന്നെ ഇരുന്നു. ഇത് കണ്ടില്ല, ഇപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ച് ഇരുന്ന് പോയി. ഇവിടെ വണ്ടി ഓടി ഈ ഒരു തിട്ടൂടെ പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം താഴോട്ട് പോകും. അപകട സാഹചര്യം ചൂണ്ടിക്കാട്ടി നഗരസഭാ അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയതായി വാർഡ് കൗൺസിലറും മുൻ നഗരസഭാ ചെയർമാനുമായ ജോയ് മന്നാമല പറഞ്ഞു. അങ്ങോട്ട് കയറി പോകുന്ന വഴി അംബേദ്കർ റോഡ് എന്നും പറഞ്ഞ് നാമകരണം ചെയ്ത് നമ്മൾ വാർഡിൽ നിന്ന് ഏറ്റുമാനൂർ നഗരസഭയിൽ നിന്ന് പരിപാലിച്ച് പോരുന്നതാണ്. ഈ അടുത്ത നാളിൽ അതിൻ്റെ ടാങ്കിനോടനുബന്ധിച്ച് അടുത്തുള്ള കുറേ ഭാഗം ഏതാണ്ട് ഒരു 100 അടിയോളം നീളത്തിൽ വഴിയുടെ തിട്ട ഇടിഞ്ഞു പോയിട്ട് അതിപ്പം നമ്മുടെ യാത്ര ബന്ധിയായിട്ട് നടക്കാത്ത രീതിയിൽ ഇരിക്കുകയാണ്. അത് ഏതാണ്ട് ഒരു 25 അടിയോളം താഴ്ചയുണ്ട് ആ ഭാഗത്ത്. ഇപ്പം വാഹനങ്ങൾ പോയാൽ താഴെ പോയാൽ വലിയ അപകടമാണ്. അപ്പം ഞാൻ ഇതിനത് ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്, എൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് എൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ പരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് ഫണ്ടിൽ നിന്ന് വില്ലേജ് ഓഫീസർക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാനാണ് ഞാൻ ഇന്ന് ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോ എടുത്ത് തരാനായിട്ട്. അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ അത്രയ്ക്ക് അപകട ഭീഷണിയാണ് ആ റോഡിന്. സ്ഥലമുടമ നിബന്ധനകൾ പാലിക്കാതെ മണ്ണെടുത്തതും സുരക്ഷിതമായ സംരക്ഷണ ഭിത്തി ഒരുക്കാത്തതുമാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണമായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പോരാത്തതിന് ഇപ്പൊ ഒരു കുഞ്ഞു കൊച്ചുണ്ട് വീട്ടില്, അതിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം പോയത്. കൊച്ചിനെ കൊണ്ട് നടന്ന് ആ വഴി വരെ പോയിട്ടാണ് കാറൊക്കെ ഏറ്റിക്കൊണ്ട് ആശുപത്രിയിൽ പോയത്. അത്രയ്ക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. രോഗികളുമായി ആശുപത്രിയിലേക്ക് പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഹരിജൻ അംഗൻവാടി സ്കൂളടക്കം പ്രവർത്തിക്കുന്നതും ഈ ഭാഗത്താണ്.